ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹി പൊന്നുമേട്ടിലേക്ക് കൺമണിയുടെ ഡിസൈൻ വാങ്ങാനായി കേണൽ സാറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. കേണൽ സാറിന് മഹിയെ കാണുമ്പോൾ തന്നെ മഹിയുടെ മുഖത്ത് ഒരു കള്ള ലക്ഷണമുണ്ടെന്നും മഹിയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട്. ഇത്രയും മഹത്തായ ഒരു ഡിസൈൻ ഇയാളാണോ അവിടെ എത്തിക്കാൻ പോകുന്നത്? എനിക്കെന്തോ അതിന് താല്പര്യമില്ലെന്ന് കേണൽ സാറ് പറയുന്നുണ്ട്. അതിനുശേഷം കേണൽ സാറ് ദേവ്ജിയെ വിളിക്കുകയാണ്. ദേവ്ജിയോട് എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കെന്തോ താൻ അയച്ച ആ മഹിയെ അങ്ങോട്ട് അത്ര പിടിച്ചിട്ടില്ല. അയാളുടെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ ഡിസൈൻ തന്റെ കയ്യിൽ എത്തിയാൽ മതിയായിരുന്നു. എനിക്കെന്തോ ആ ഡിസൈൻ അവൻ അവിടെ എത്തിക്കില്ല എന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയെന്ന് കേണൽ സാറ് ദേവ്ജിയോട് പറയാണ്. കോള് കട്ട് ചെയ്തതിന് ശേഷം ദേവ്ജിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കേണൽ സാറ് പറഞ്ഞതുപോലെ മഹിക്ക് അതിവിടെ എത്തിക്കാൻ കഴിയോ ഇല്ലയോ എന്ന് തോന്നി തുടങ്ങുകയാണ് ദേവ്ജിക്ക്. പിന്നീട് നാട്ടിലെ വിശേഷങ്ങളെല്ലാം മഹി കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട്. പ്രധാനമായും പറയുന്നത് മാനസികയുടെ സസ്പെൻഷനെ കുറിച്ചിട്ടാണ്. മാനസിക്ക് എന്തായാലും സസ്പെൻഷൻ കിട്ടി, അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അവളിനി എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹി. ഇതെല്ലാം കേട്ട് നിസാരമായി കൃഷ് മഹിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് സൂക്ഷിക്കാനാണ്, ഞാനും കൺമണിയും ഇവിടത്തെ രാജാവും രാജ്ഞിയും ആവാൻ പോവുകയാണെന്ന് കൃഷ് പറയുമ്പോ മഹി ഒന്നും അറിയാതെ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ് എന്നിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മഹിയോട് തുറന്നു പറയുകയാണ്. പിന്നീട് കൺമണി വരച്ചു പൂർത്തിയാക്കിയ ആ ഡിസൈൻ മഹിക്ക് കൊടുക്കുന്നുണ്ട്. മഹി എന്നിട്ട് ആ ഡിസൈൻ നോക്കുന്നുണ്ട്. എല്ലാവരെയും പോലെ തന്നെ കൺമണിയുടെ ആ ഡിസൈൻ കണ്ട് മഹിയും ആകെ ഷോക്കാവുന്നുണ്ട്. മഹിക്കും ആ ഡിസൈൻ ഒരുപാട് ഇഷ്ടാവുകയാണ്. പിന്നീട് മഹി ആ ഡിസൈനുമായിട്ട് പോവുകയാണ്. കൃഷിനും കൺമണിക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പൊന്നുമേട്ടിൽ ആദ്യമായി വന്ന സമയത്ത് ഇവർക്ക് അത്ര സുഖകരമായ ജീവിതമല്ലെങ്കിലും ഇപ്പോൾ പൊന്നുമേട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കൃഷും കൺമണിയുമാണ്. പിന്നീട് മാനസയെ കാണാനായി വരുണും അനിരുദ്ധ് സാറും വരുന്നുണ്ട്. വരുൺ എന്നിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് തീരുമാനിച്ചതുപോലെ മാനസിയോട് പറയുന്നുണ്ട്, കൺമണി വരച്ച ആ ഡിസൈൻ മഹിയിൽ നിന്നും തട്ടിയെടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൾ ജീവിതത്തിൽ ഒറ്റ പടം മാത്രം വരച്ചാൽ മതി. എന്റെ പടം അതല്ല, അവളെ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ അവളെ തീർക്കുമെന്ന് വരുൺ മാനസിയോട് പറയുന്നുണ്ട്. മാനസിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് വളരെ സന്തോഷമാവുകയാണ്. കൺമണി എങ്ങനെയെങ്കിലും ഇല്ലാതായാൽ മതിയെന്നാണ് മാനസിയുടെ മനസ്സിൽ. ഇതിനുശേഷം സുമിത്രയും ബാലുവും ഭാഗ്യശ്രീയെ വീട്ടുതടങ്കലിൽ ആക്കുകയാണ്. ഭാഗ്യശ്രീ ഇനി പുറത്തിറങ്ങിയാൽ ബാലുവിന്റെയും സുമിത്രയുടെയും പ്ലാനുകളെല്ലാം തകരും. സാഗറിനെ ഇല്ലാതാക്കാനോ ബലരാമനെ കുറ്റവാളിയാക്കാനോ സുമിത്രയ്ക്കും ബാലുവിനും കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് മുൻകൂട്ടി ഭാഗ്യശ്രീയെ വീട്ടിനുള്ളിൽ പൂട്ടിയിടുകയാണ്. ഭാഗ്യശ്രീ ഇങ്ങനെ പോയാൽ സത്യങ്ങളെല്ലാം ബലരാമനെ അറിയിക്കുമെന്ന് സുമിത്രയ്ക്കും ബാലുവിനും നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് സാഗറിനെ ഇല്ലാതാക്കി ആ കുറ്റം ബലരാമന്റെ തലയിൽ കെട്ടിവെച്ച് അവരുടെ ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ ഭാഗ്യശ്രീയെ വീട്ടിനുള്ളിൽ അടച്ചിടുകയാണ് സുമിത്രയും ബാലുവും. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.